Hello dears, welcome to the class. Today we are going to discuss about our first unit, Shapes in the Kitchen. അടുക്കളയിലെ രൂപങ്ങൾ. Okay, let's start our class. നമുക്കറിയാം അല്ലേ, നമ്മുടെ അടുക്കളയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇല്ലേ? അതിന് ഓരോ ഷേപ്സ് ആണ്. എല്ലാം ഒരുപോലെയാണോ ഉള്ളത്? അല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഈ കാണുന്നത് എന്താണ്? സർക്കിൾ, വൃത്തം. ഈ രൂപത്തിലുള്ള പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് സർക്കിൾ. ഇനി ഇതിനെ പറയുന്ന പേരാണ് സ്ക്വയർ. കണ്ടില്ലേ, 4 ഭാഗമാണുള്ളത്. 1 2 3 4 4 ഭാഗവും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനെ പറയുന്നതാണ് സ്ക്വയർ. ഇനി അടുത്തത് നോക്കൂ. ഇതും 4 ഭാഗമാണുള്ളത്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. സ്ക്വയറിന് എല്ലാ ഭാഗവും സെയിം അളവായിരുന്നു അല്ലേ? പക്ഷേ റെക്റ്റാങ്കിളിന് 2 ഭാഗം ലെങ്ത് കൂടുതലാണ്, 2 ഭാഗം ലെങ്ത് കുറവാണ്. ഇനി ഈ കാണുന്നതാണ് ട്രയാങ്കിൾ. കണ്ടില്ലേ, ഇതിന് എത്ര ഭാഗമുണ്ട്? 3 ഭാഗമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി ഇവർ സ്വയം പരിചയപ്പെടുത്തുന്നതാണ്. ഇനി സ്ക്വയർ പറയാണ്, ഐ ഹാവ് 4 sides. മൈ സൈഡ്സ് ആർ ഓൾ ദ സെയിം സൈസ്. ഐ ഹാവ് 4 corners. എനിക്ക് 4 വശങ്ങളുണ്ട്. എന്താണ് വശം? 1 2 3 4. കണ്ടില്ലേ? അതുപോലെ തന്നെ 4 corners, മൂലകളുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വശങ്ങളുടെ നീളവും ഒരുപോലെയായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ഇനി ട്രയാങ്കിൾ, ഐ ഹാവ് 3 sides. മൈ സൈഡ്സ് ആർ സ്ട്രെയിറ്റ്. ഐ ഹാവ് 3 corners. എനിക്ക് 3 വശങ്ങളാണുള്ളത്. എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ 3 corners, മൂലകളും ഉണ്ട്. ഇനി റെക്റ്റാങ്കിൾ പറയാണ്, ഐ ഹാവ് 4 sides. മൈ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഐ ഹാവ് 4 corners. എനിക്ക് 4 വശങ്ങളുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് എതിർവശത്തുള്ളത് ഈക്വൽ ആയിരിക്കും. പിന്നെയോ എനിക്ക് 4 corners, മൂലകളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് ഷേപ്സ്. ക്യൂബ്, ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ, ട്രയാങ്കുലർ, പ്രിസം. ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്യൂബ് ഏകദേശം നമ്മുടെ സ്ക്വയറിനോട് സാദൃശ്യമുണ്ട് ഇല്ലേ? സ്ക്വയർ എന്ന് പറയുന്നത് 2D ഷേപ്പും ക്യൂബ് 3D ഷേപ്പുമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മുടെ റെക്റ്റാങ്കുലറിനോട് സാമ്യമുള്ളതാണ് ക്യൂബോയിഡ്. കണ്ടില്ലേ, ഒരു ചതുരക്കട്ട. ഇനി അടുത്തത് സ്ഫിയർ, ഗോളം. അതുപോലെ തന്നെ ട്രയാങ്കുലർ, പ്രിസം. ട്രയാങ്കിളിനോട് സാമ്യമുണ്ട്. അപ്പോൾ ഈ പേരൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ഇവരും സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട, ഇവരുടെ പേര് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ക്യൂബോയിഡ്. ക്യൂബോയിഡിന് 6 faces, മുഖങ്ങൾ ഉണ്ട്. 8 vertex, കണ്ടില്ലേ, മൂലകളുണ്ട്. 12 edges, 12 അരികുകളും ഉണ്ട്. ക്യൂബോയിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് റെക്റ്റാങ്കുലർ പ്രിസം. അടുത്തതാണ് ക്യൂബ്. 6 faces, 12 edges, 8 vertices. ഇനി ഈ കാണുന്ന ഷേപ്പാണ് സിലിണ്ടർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ രൂപത്തിലുള്ളത് കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിന് 3 faces, 2 edges, 0 vertices ആണ് ഉള്ളത്. ഇനി ട്രയാങ്കുലർ പ്രിസം നോക്കാം. 5 faces, 9 edges, 6 vertices. അപ്പോൾ എന്താണ് ഫേസ്, എന്താണ് എഡ്ജ്, എന്താണ് കോർണർ എന്നൊക്കെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. ഇനി നമുക്ക് ക്ലാസ് കേട്ടാലോ. ഇനി ഇതെല്ലാം ഓരോ ഷേപ്സിൻ്റെയും എക്സാമ്പിൾസാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം. കണ്ടില്ലേ, സർക്കിളിൻ്റെ കഴിഞ്ഞു, റെക്റ്റാങ്കിൾ. പിന്നെ ഇത് സ്ക്വയറിൻ്റെ എക്സാമ്പിളാണ്. ഇനി ട്രയാങ്കിളിൻ്റെ എക്സാമ്പിളാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ ഓർക്കണം. ഇത് ക്യൂബിന് എക്സാമ്പിളാണ്, ഇതോ സ്ഫിയറിന് എക്സാമ്പിളാണ്, അതുപോലെ തന്നെ ട്രയാങ്കുലർ പ്രിസത്തിന് എക്സാമ്പിൾ ആണ് ഇത് സിലിണ്ടറിന് എക്സാമ്പിളാണ്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ? ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്? നിങ്ങൾ എന്തൊക്കെയാണ് അടുക്കളയിൽ കാണുന്നത്? എല്ലാം ഒരു ഷേപ്പിലുള്ളതാണോ? ഈ ഷേപ്പ് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ്, മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ഡോട്ട്. ക്യൂബോയിഡ് പോലെയുള്ള വസ്തുക്കൾക്ക് ഒരു ഡോട്ട് കൊടുക്കാനും സിലിണ്ടർ മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ടിക്ക്. സിലിണ്ടർ ഷേപ്പിലുള്ളതിന് ടിക്ക് മാർക്കും അതുപോലെ തന്നെ ട്രയാങ്കുലർ പ്രിസം മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ക്രോസ്. ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ രൂപത്തിലുള്ളതിന് ക്രോസ് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഷേപ്സ്, ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓരോന്നിൻ്റെയും ഷേപ്സിലുള്ള വ്യത്യാസം, എത്ര ഫേസസ് ഉണ്ട്, എത്ര എഡ്ജസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇനി ക്യൂബോയിഡിന് ഡോട്ടും സിലിണ്ടറിന് ടിക്കും ട്രയാങ്കുലർ പ്രിസത്തിന് ക്രോസ് മാർക്കും ഇടണം. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇതുപോലെയാണ് ഓരോ രൂപങ്ങൾക്കും മാർക്ക് ചെയ്യേണ്ടത്. എല്ലാവരും അതുപോലെയുള്ളത് ടിക്ക് ചെയ്യുക. ഓ നോ, ദ പ്ലേറ്റ്സ്, ദ കപ്സ്, സീ എ മൗസ്. അടുക്കളയിൽ ഒരു എലി കയറി പ്ലേറ്റും കപ്പും ഒക്കെ തട്ടിയിട്ടു. മൗസ് ആൻഡ് കാറ്റ്, കണ്ടില്ലേ? പൂച്ച എലിയെ ഇങ്ങനെ ഓടിയെത്തുകയാണ് പിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം എലി എന്തിലാണ് കയറിയത്? സിലിണ്ടർ രൂപത്തിലുള്ള ഒന്നിലാണ് കയറിയത്. അതിനുശേഷം ക്യൂബോയിഡ് രൂപത്തിലുള്ള ഒന്നിലേക്കാണ് ഓടിക്കയറിയത്. പിന്നെയോ ട്രയാങ്കുലർ പ്രിസം പോലെയുള്ള ഒന്നിലാണ് പിന്നെ കയറിയത്. വിൽ ദ കാറ്റ് ക്യാച്ച് ദ മൗസ്? പൂച്ച എലിയെ പിടിക്കുമോ? പിടിക്കുമായിരിക്കും അല്ലേ? നമിത്, നിഹാര ആൻഡ് ദെയർ ഫ്രണ്ട്സ് crept through the holes like the cat did. Which shape is easier to creep through? നമിത്തും നിഹാരയും പൂച്ച കയറിയതുപോലെ തന്നെ ആ ഷേപ്പിലൂടെയൊക്കെ കയറാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഏത് ഷേപ്പായിരിക്കും അവർക്ക് കയറാൻ എളുപ്പം? ഏത് ഷേപ്പായിരിക്കും? സിലിണ്ടർ ഷേപ്പായിരിക്കും കുറച്ചുകൂടി കയറാൻ എളുപ്പം അല്ലേ? ലെറ്റ്സ് അറേഞ്ച് ദ ഡിഷസ്. പാത്രങ്ങൾ അടുക്കി വയ്ക്കാം. സി ഹൗ നിഹാര ആൻഡ് നമിത് അറേഞ്ച്ഡ് ദ ഡിഷസ്. നിഹാരയും നമിത്തും പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുകയാണ്. കണ്ടില്ലേ? പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെയാണ് അവർ അടുക്കി വയ്ക്കുന്നത്. പ്ലേറ്റിന് ഏത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ് അല്ലേ? അതുപോലെ തന്നെ ഗ്ലാസ് ഏത് ഷേപ്പിലുള്ളതാണ്? സിലിണ്ടർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അവർ ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. സീ ദ തിങ്സ് ഇൻ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്? ഏത് ഷേപ്പിലുള്ളതാണ് ഈ പാത്രങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സർക്കിൾ, പിന്നെയോ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. ഈ ഷേപ്പിലൊക്കെയുള്ള പാത്രങ്ങളാണ് ഇരിക്കുന്നത്. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഇതിൽ റെക്റ്റാങ്കുലർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. ഓരോ ഷേപ്പിലുള്ളതും എത്രയാണ് എന്നുള്ളത് എഴുതണം. അപ്പോൾ ഇതിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് തോന്നിക്കുന്നതുമായിട്ടുള്ള പാത്രം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് എഴുതാം രണ്ടും കൂടി. കാരണം 4 വശങ്ങളുള്ള പാത്രങ്ങളല്ലേ. ആ ഷേപ്പ് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ വേറെ, സ്ക്വയർ വേറെ, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയാണ്? കറക്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ തന്നിരിക്കുന്നത് ഒരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അത് 1 മാത്രമേ ഉള്ളൂ. അതുകൂടാതെ 2 ബോക്സ് സ്ക്വയർ ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ ട്രയാങ്കുലർ രൂപത്തിലുള്ളത് 4 എണ്ണം. പിന്നെ സർക്കിൾ രൂപത്തിലുള്ളത് 8 എണ്ണമാണ്. അപ്പോൾ കൂടുതലുള്ളത് സർക്കിൾ. അതുപോലെ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ചേർന്ന് ഒരു രൂപം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ രൂപം. കണ്ടില്ലേ? At the bakery, after playing, they went to their father's bakery. See how the things are arranged. കളിയൊക്കെ കഴിഞ്ഞ് അവർ
അച്ഛൻ്റെ ബേക്കറിയിലെത്തി എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ അടുക്കി വച്ചിരിക്കുന്നത്? കേക്ക്, ബിസ്ക്കറ്റ്, കൊഴുക്കട്ട ഇതൊക്കെയുണ്ട് അല്ലേ? കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ കേക്ക് 12, ഡംപ്ലിങ്സ് കൊഴുക്കട്ട 10 പിന്നെ ബിസ്ക്കറ്റ് 2 ഷേപ്പിലുള്ളതുണ്ട് അല്ലേ? ഒന്ന് 8, മറ്റേത് 9. സിലിണ്ടർ ഷേപ്പിലുള്ളത് 9ഉം അതുപോലെ തന്നെ ക്യൂബോയിഡ് രൂപത്തിലുള്ളത് 8ഉമാണ് ഉള്ളത്. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്? ക്യൂബോയിഡ് രൂപത്തിലുള്ള ബിസ്ക്കറ്റ് എത്രയാണുള്ളത്? 8 ആണ് അല്ലേ? ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്? പിന്നെ സിലിണ്ടർ രൂപത്തിലുള്ളത് 9. ഇതിൽ ബിസ്ക്കറ്റാണ് നമ്മളോട് ക്യൂബോയിഡ് രൂപത്തിലുള്ളത് ചോദിച്ചിരിക്കുന്നത്. കേക്കും ക്യൂബോയിഡ് രൂപത്തിലാണ്, പക്ഷേ ബിസ്ക്കറ്റിൻ്റേതാണ് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സീ ദ പാക്ക് ഓഫ് ഡംപ്ലിങ്സ്. ഡ്രോ 5 മോർ ഇൻ ദിസ് പിക്ചർ. ഡംപ്ലിങ്സ് കൊഴുക്കട്ട കണ്ടില്ലേ? അതെത്രയാണ് എന്ന് എണ്ണി നോക്കണം. അതുകൂടാതെ 5 കൂടുതലായിട്ട് വരച്ചു ചേർക്കാനും പറഞ്ഞിരിക്കുന്നു. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ? ഇപ്പോൾ എത്രയാണ് കൊഴുക്കട്ട ഉള്ളത്? അപ്പോൾ നമുക്ക് 5 വരച്ചു ചേർക്കാം. ആദ്യം എത്ര കൊഴുക്കട്ടയാണ് ഉണ്ടായിരുന്നത്? 10 ആണ് ഉണ്ടായിരുന്നത്. 5 കൂടി വരച്ചു ചേർത്തപ്പോൾ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 15. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡംപ്ലിങ്സ് നൗ? നമ്മൾ പറഞ്ഞു അല്ലേ? എത്രയാണ്? 10 + 5 15. ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്? എത്ര കേക്കാണ് ഷെൽഫിലുള്ളത്? 12. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്? കേക്ക് ഡംപ്ലിങ്സിൻ്റെ കൊഴുക്കട്ടയുടെ അത്രയാവാൻ ഇനി എത്ര കൂടി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 12 കേക്കാണ് ഉള്ളത്. അതിനോടുകൂടി എത്ര കൂട്ടിയാൽ 15 ആവും? 13, 14, 15. 3 കേക്ക് കൂടി വേണം. അപ്പോൾ 15 ആകും. See the pictures Namit and Nihara have drawn using different shapes. Give the same color to similar shapes and make them more beautiful. നിഹാരയും അതുപോലെ തന്നെ നമിത്തും ഓരോ ഷേപ്സ് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ് ഇത്. ഇതിലേതൊക്കെയുണ്ട്? സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ ഷേപ്പിനും ഓരോ നിറം കൊടുത്തിട്ട് വേണം കളർ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും കളർ കൊടുത്ത് ഭംഗിയാക്കണം. ഓരോ ഷേപ്സിനും ഓരോ നിറം വേണം കൊടുക്കാനായിട്ട്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു മേക്ക് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്സ് വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എത്ര ഡോട്ട് ജോയിൻ ചെയ്തിട്ടാണ് ആ ഷേപ്സ് വരച്ചിരിക്കുന്നത്? ആദ്യം റെക്റ്റാങ്കിളാണ്, പിന്നെ ട്രയാങ്കിൾ, പിന്നെ സർക്കിൾ. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ, എത്രയൊക്കെയാണ്? റെക്റ്റാങ്കിൾ വരയ്ക്കാൻ 10 അതുപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാൻ 4 സർക്കിൾ വരയ്ക്കാൻ 4 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു ഡ്രോ ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്സും വരയ്ക്കാൻ എത്ര ഡോട്ടുകളാണ് യോജിപ്പിച്ചത്? ഒരു സ്ക്വയറുണ്ട്, പിന്നെയോ ട്രയാങ്കിളുണ്ട്, സർക്കിളുണ്ട്. അപ്പോൾ കൗണ്ട് ചെയ്തിട്ട് എത്ര ഡോട്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. എത്രയാണ്? അതുപോലെ തന്നെ ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്പിൻ്റെയും ഉള്ളിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എന്നും ചോദിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടും കൗണ്ട് ചെയ്തിട്ട് എഴുതാം. ആദ്യത്തേത് ഓരോ ഷേപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കാനായിട്ട് 12 ഡോട്ട്സും ട്രയാങ്കിൾ വരയ്ക്കാൻ 12 ഡോട്ട്സും സർക്കിൾ വരയ്ക്കാൻ 8 ഡോട്ട്സുമാണ് യൂസ് ചെയ്തത്. അതുപോലെ ഓരോന്നിൻ്റെയും ഉള്ളിൽ ഇൻസൈഡ് ഉള്ള ഡോട്ട്സ് എന്ന് പറയുന്നത് സ്ക്വയറിനുള്ളിൽ 4, ട്രയാങ്കിളിനുള്ളിൽ 4, സർക്കിളിനുള്ളിൽ 4. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. റെക്റ്റാങ്കിൾ, join 12 dots to draw this shape. Draw this in different ways. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. എത്ര ഡോട്ട്സ് യോജിപ്പിച്ചിട്ടാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? 12 ഡോട്ട്സ് യോജിപ്പിച്ച് വരയ്ക്കണം. അതുപോലെ തന്നെ ഒരു സ്ക്വയർ വരയ്ക്കണം. To draw this, what is the minimum number of dots that should be joined? ഈ ഒരു ഷേപ്പ് വരയ്ക്കാൻ മിനിമം എത്ര ഡോട്ട്സ് ഉപയോഗിക്കാം? പിന്നെ പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ? ഡ്രോ ദിസ് വിത്ത് 6 dots ഇൻസൈഡ്. റെക്റ്റാങ്കിളിനുള്ളിൽ 6 ഡോട്ട് വരുന്ന രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ട്രയാങ്കിൾ, ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്? ട്രയാങ്കിൾ വരയ്ക്കാൻ എത്ര ഡോട്ട്സ് യോജിപ്പിച്ചു?
വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ? വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? തന്നിരിക്കുന്നത് മുഴുവൻ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും ഒക്കെ വരച്ചിരിക്കുകയാണ്. പക്ഷേ 3 സൈഡാണ് ഉള്ളത്. അത് ട്രയാങ്കിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ എത്ര ഡോട്ട് വേണം, എങ്ങനെ വരയ്ക്കും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വരച്ച് തുടങ്ങാം. ഈ കാണിച്ചിരിക്കുന്നത് 12 ഡോട്ട്സ് യോജിപ്പിച്ച് വരച്ചിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. കണ്ടില്ലേ? കൗണ്ട് ചെയ്ത് നോക്കാം. 12 ഡോട്ട്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ട് എത്ര ഡോട്ട് മിനിമം വേണമെന്നാണ്. 4. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ 6 ഡോട്ട്സ് വരുന്ന പോലെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? ഇതിനുള്ളിൽ 6 കുത്തുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് വരയ്ക്കണം. ഇനി ട്രയാങ്കിൾ വരയ്ക്കാനാണ്. ഈ ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 6 ഡോട്ട്സ്. കണ്ടില്ലേ? പല രൂപത്തിൽ നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ മുകളിലേക്ക് കണ്ടില്ലേ? എത്ര ഡോട്ട് ഉപയോഗിച്ചു? 1 2 3 4 4 എണ്ണം. താഴെയുള്ളതോ 1 2 3 4 5 6 6 എണ്ണം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാവുന്നതാണ്. താഴെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ റെക്റ്റാങ്കിളുണ്ട്, സ്ക്വയറുണ്ട്, ട്രയാങ്കിളുണ്ട്. ഇനി ആ കാണുന്ന ഡോട്ടിൽ നിങ്ങൾക്കും ഓരോ ഷേപ്സ് വരച്ച് നോക്കാവുന്നതാണ്. സീ ദ ഫിഗേഴ്സ് നമിത് മെയ്ഡ് യൂസിങ് ദീസ് ഷേപ്സ്. നമിത് ഉണ്ടാക്കിയതാണ് റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ ട്രയാങ്കിൾ, സർക്കിൾ, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച്. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്തിൻ ദാറ്റ് ഷേപ്പ് ബിലോ ദ പിക്ചർ. കണ്ടില്ലേ? ഓരോ ഷേപ്സ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും ട്രയാങ്കിൾ എത്ര, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ എത്ര, സർക്കിൾ എത്ര എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് എഴുതി നോക്കാം. എത്രയൊക്കെയാണ്? റെക്റ്റാങ്കിൾ 1, ട്രയാങ്കിൾ 5, സർക്കിൾ 1. രണ്ടാമത്തെ പിക്ചറിൽ റെക്റ്റാങ്കിൾ 3, ട്രയാങ്കിൾ 4, അതുപോലെ തന്നെ സർക്കിൾ 1. ഇനി മൂന്നാമത്തെ പിക്ചറിൽ റെക്റ്റാങ്കിൾ 1, ട്രയാങ്കിൾ 2, സർക്കിൾ 3. ഇനി ഈ പിക്ചർ കൂടി കൗണ്ട് ചെയ്ത് എഴുതണം. ട്രയാങ്കിൾ 4, സർക്കിൾ 1. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ 1, ട്രയാങ്കിൾ 4. ലാസ്റ്റ് ട്രയാങ്കിൾ 4, റെക്റ്റാങ്കിൾ 1. ഇനി പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ ഇവ ഉപയോഗിച്ച് ഒരു രൂപം വരയ്ക്കൂ എന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. കണ്ടില്ലേ? ഈ പിക്ചറിൽ റെക്റ്റാങ്കിളും ട്രയാങ്കിളും അതുപോലെ തന്നെ സർക്കിളുമുണ്ട്. നിങ്ങളും ഇതുപോലെ ചിത്രം വരയ്ക്കണം. സീ ഹൗ നമിത് ഈസ് എക്സസൈസിങ്. ഡ്രോ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. നമിത് എക്സസൈസ് ചെയ്യുകയാണ്. നമിത് എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ മാച്ച് സ്റ്റിക്ക് വെച്ച് ആ രൂപം ഉണ്ടാക്കണം. കണ്ടില്ലേ ഒന്ന് കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ ഇനി അടുത്തതും നമുക്കുണ്ടാക്കി നോക്കാം. കൈകൾ നിവർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി അതുപോലെ നിങ്ങളുടെ ബുക്കിൽ വരച്ച് ചേർക്കാം. ഇനി അടുത്തത് കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതും വരച്ച് ചേർക്കാം. കണ്ടില്ലേ? റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. കളർ റിബൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സാണ്. കാറുള്ളത് സെമി സർക്കിളാണ്, ഒരു സർക്കിളിൻ്റെ പകുതിയാണ്. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പുമുണ്ട്. പിന്നെ ഒരു കാറ്റാണ്, സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ കുറച്ച് ഫിഗർ നമുക്കും ഉണ്ടാക്കി നോക്കാം. കളർ റിബൺ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കണ്ടില്ലേ? ഒരു ഡോഗും ബട്ടർഫ്ലൈയുമാണ് ഉള്ളത്. നെക്സ്റ്റ്, ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ. കുറച്ച് പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പിക്ചർ എന്തായിരിക്കും? അപ്പോൾ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. അതിൻ്റെ രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് മറ്റൊരു ട്രയാങ്കിൾ കൂട്ടി യോജിപ്പിച്ചു. മൂന്നാമത് വേറൊരു ട്രയാങ്കിൾ, ഓരോ പാറ്റേൺ ആയിട്ട്. അപ്പോൾ നാലാമത് വരുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? ഇനി രണ്ടാമത്തെ പാറ്റേണും അതുപോലെ തന്നെയാണ്. ഒരു സ്ക്വയറിനുള്ളിൽ ഒരു സർക്കിളും ട്രയാങ്കിളുമാണ്. ആ ഉള്ളിലുള്ള
സർക്കിളും ട്രയാങ്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്തത് വരുന്നത് ഏതു ഭാഗത്തായിരിക്കും? അത് നോക്കി നമുക്ക് വരയ്ക്കാം. പിന്നെ അടുത്ത മൂന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, പിന്നെ കളർ കൊടുക്കാത്ത ഒരു സർക്കിളും ഒരു റെക്റ്റാങ്കിളുമാണ് ഉള്ളത്. അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് വരച്ചു ചേർക്കാം. കളർ കൊടുത്തിട്ടുള്ള ഈ സർക്കിൾ ഒന്നാമത്തെ ഭാഗത്ത് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ പിക്ചറിൽ രണ്ടാമതായി വന്നു, മൂന്നാമത്തെ പിക്ചറിൽ മൂന്നാമതായിട്ട് വന്നു. അപ്പോൾ നാലാമത്തെ പിക്ചറിൽ എവിടെയായിരിക്കും? നാലാമത്തെ ഭാഗത്തായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ഷേപ്സും ഓരോ പാറ്റേണിൽ എവിടെയൊക്കെയാണ് എന്ന് നോക്കി നാലാമത്തെ പിക്ചറിൽ വരയ്ക്കുക. ഇനി ലാസ്റ്റ് പിക്ചറിൽ ഒരു ട്രയാങ്കിളാണ്, മുകളിലോട്ടുണ്ട്, പിന്നെ റൈറ്റ് സൈഡിലോട്ട് താഴേക്കുമുണ്ട്. ഇനി വേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അത് വരച്ച് ചേർക്കണം. വെൻ ഐസ്ക്രീം ഹിറ്റ് വൺ ഡേ ഡാഡി മെയ്ഡ് ഫോർ അസ് എ ബൗൾ ഓഫ് ഐസ്ക്രീം സ്വീറ്റ് ആൻഡ് വൈറ്റ്. ഹി ലെഫ്റ്റ് ദ കിച്ചൺ ജസ്റ്റ് ഫോർ എ വൈൽ ആൻഡ് ഐസ്ക്രീം തോട്ട് നൗ ഇറ്റ്സ് മൈ ടൈം. ഒരു ദിവസം അച്ഛൻ അവർക്ക് വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കി. വൈറ്റ് ഐസ്ക്രീമാണ്, അതുപോലെ തന്നെ സ്വീറ്റ്, മധുരമുള്ളതാണ്. അച്ഛൻ കുറച്ച് സമയം കിച്ചണിൽ നിന്ന് പോയപ്പോൾ എന്തു ചെയ്തു? ഐസ്ക്രീം വിചാരിച്ചു നൗ ഇറ്റ്സ് മൈ ടൈം, ഇത് എൻ്റെ സമയമാണ് എന്ന്. സ്ലോലി സോഫ്റ്റ്ലി ഡൗൺ ഇറ്റ് സ്ലിഡ്, ജംപ്ഡ് ഇൻ എ ബോക്സ് ടു ഹൈഡ്, saw a cup and climbed inside, then found a bowl and took a dive. No matter where it chose to stay, it changed its shape in every way. Oh, what a tricky little treat, always melting quick and neat. ഐസ്ക്രീം പതുക്കെ ഇറങ്ങി ആദ്യം ഒരു സ്ക്വയർ ബോക്സിലോട്ട്, പിന്നെ ഒരു റൗണ്ട് ബോക്സിലോട്ട്, പിന്നെ ഒരു കോൺ ഷേപ്പിലോട്ട്, അങ്ങനെയൊക്കെ കയറി. പക്ഷേ ഏത് പാത്രത്തിൽ കയറിയാലും ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ഐസ്ക്രീമിന് വരുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ? ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം ഇരിക്കുന്നത് ആ ഷേപ്പിലായിരിക്കും അതിൻ്റെ രൂപം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്നുള്ള യൂണിറ്റ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും നമ്മൾ പഠിച്ച ഷേപ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം, പഠിക്കണം. നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ്സ് കൂടി ഉണ്ട്, എല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു. ഓരോ ഷേപ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് ടിക്കിടണം. കണ്ടില്ലേ? ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓരോ ഷേപ്സിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തിയത് നമ്മൾ പഠിച്ചു. അതെല്ലാം വെച്ച് ഇത് ഫില്ല് ചെയ്ത് കാണിക്കണം. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ ഷേപ്സുമായി ബന്ധപ്പെട്ടത് വരയ്ക്കണം. ഇത് ട്രേസ് ചെയ്ത് വരച്ച് നോക്കാനാണ്. നെക്സ്റ്റ് ഈ ഷേപ്പ് വരച്ച് കളർ കൊടുക്കണം. തന്നിട്ടുള്ള കളറാണ് കൊടുക്കേണ്ടത്. ഇതും അതുപോലെ തന്നെയാണ്. പാറ്റേൺ ചെയ്യാനുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഓരോന്നും ചെയ്ത് കളർ കൊടുക്കണം. കണ്ടില്ലേ? ഇനി അടുത്തത് ഇതുപോലെ വരച്ച് കളർ കൊടുക്കാനാണ്. അതുപോലെ നിങ്ങൾക്ക് വെട്ടി ഉണ്ടാക്കുകയും ചെയ്യാം. ഇതെല്ലാം വരച്ച് നോക്കാനാണ്, ഡോട്ട് വെച്ച് വരച്ച് നോക്കാനാണ്. അപ്പോൾ എത്രയാണ് ഡോട്ട് ലൈൻ ചെയ്തത്, ജോയിൻ ചെയ്തത് എന്ന് കൗണ്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം.